ഭാരതപ്പുഴയും പിന്നെ അതുപോലെ തന്നെ കടലും കൂടെ ചേരുന്ന ആ സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അത് പുഴയിലോട്ട് പോവാണ്. കണ്ടേ, ഇതൊഴി പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ വേണ്ടി പറ്റും. കുറച്ച് ദൂരം നടക്കുമ്പോൾ അവിടെ എത്താൻ വേണ്ടി പറ്റും. ഹലോ ഗൈസ്, ഞാനിന്ന് ഇത് കാണുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഇത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ കടലിൽ ചേരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ കർമ്മ റോഡിലാണെന്നുള്ളത്. ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. സോ ഞാൻ ആ ഹോം സ്റ്റേയിലാണ് ഇന്ന് സ്റ്റേ ചെയ്തത് കേട്ടോ. ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഞാൻ അവിടെയാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. ശരിക്കും ഒരു കായൽ പോലെ തന്നെയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റുന്നില്ല ശരിക്കും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ വരും. മറുകര കാണാൻ പറ്റുന്നില്ല. കുറച്ച് ബോട്ടുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ബോട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇപ്പോൾ സമയം രാവിലെ 7 മണി ആവാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ഞാനൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങി ഹാർബറിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ ഹോം സ്റ്റേയിൽ ഈ റോഡ് വഴി നടന്ന് ഇവിടെ ഹാർബറുണ്ട്. ഹാർബർ ഫിഷിംഗ് ഹാർബറൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നുണ്ടെങ്കിൽ അടിപൊളി സ്ഥലം, ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഒരുപാട് ഈ ഭാരതപ്പുഴയിൽ ഒരുപാട് ഐലൻഡ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇവിടെ. കനോലി കനാലിൻ്റെ ഒരു കൈവഴി ഇവിടെ വന്ന് ചേരുന്നുണ്ട് കേട്ടോ ഭാരതപ്പുഴയിൽ. അത് നമുക്ക് കാണാം. ഉണ്ടോ, ഫിഷിംഗ് ഹാർബറാണ് കാണുന്നത് കേട്ടോ. ദൂരെ കാണുന്നത് ഫിഷിംഗ് ഹാർബർ. ഓക്കെ, ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ഹലോ, അങ്ങനെ ബ്രിഡ്ജിൻ്റെ മണ്ടയിലേക്കാണ് നീള ടൂറിസം ബ്രിഡ്ജ്. അതാണ് ഈ ബ്രിഡ്ജിൻ്റെ പേര്, നീള ടൂറിസം ബ്രിഡ്ജ്. കടൽപ്പാലം, കടലും കായലും കൂടെ ചേർന്ന സ്ഥലത്തൊരു പാലം. ഇവിടെ കനോലി കനാൽ ഭാരതപ്പുഴ ചേരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് ഇവിടെ ചേരുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു ഫോട്ടോയൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഫോട്ടോയൊന്നും ഇല്ല. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഭാരതപ്പുഴ കടലിൽ ചേർന്ന പുഴയിലെത്തുള്ളൂ. ഓക്കെ, പുഴയിലും ആ ഹാർബറിലൊക്കെ അത്രയും തൊട്ട് നടന്നാലേ എത്തുള്ളൂ. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബ്രിഡ്ജിൻ്റെ മണ്ടയിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. ഹാർബറിലോട്ട് പോകണം, ഞാൻ ബീച്ചിലോട്ട് പോകണം. അപ്പോൾ ഞാൻ ബീച്ചിലോട്ട് ആ ബാക്ക് കണ്ടോ, ആ ബാക്കിലൊക്കെ കണ്ടോ, ഇതോ ഇവിടെ കണ്ടോ, അവിടെയൊക്കെ ഐലൻഡ്സാണ്. ചെറിയ ചെറിയ തുരുത്തുകളാണ്. അത് പൊന്നാനി ഇത് ഭാരതപ്പുഴയിൽ ഫോം ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ തുരുത്തുകളാണ്. അപ്പോൾ അവിടെ ഇറങ്ങി നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അതാണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഫിഷിംഗ് ബോട്ട്സാണ് കണ്ടോ കിടക്കുന്നുണ്ടോ. ഫിഷിംഗ് ബോട്ട്സ് കിടക്കുന്നത് കണ്ടോ, ഫിഷിംഗ് ബോട്ട്സ്. ഈ കാണുന്നത് കനോലി കനാലാണ് കേട്ടോ. കനോലി കനാൽ ഇവിടെ വന്നിട്ട് ഭാരതപ്പുഴയിലോട്ട് ചേരുകയാണ് കനോലി കനാൽ. ഈ നല്ല വിശപ്പുണ്ട്. ഞാൻ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിലോട്ട് പോകുന്നുണ്ട്. അത് കുറച്ചുകൂടെ കഴിഞ്ഞാലേ അവിടെ എത്തുള്ളൂ. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. കണ്ടോ, വ്യൂ ഉണ്ടോ. ഇതാണ് കേട്ടോ ഹനീന ഹോട്ടൽ. ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അധികം ആളുകളൊന്നും വ്ലോഗ് ചെയ്തിട്ടില്ല ഇവിടെ നിന്ന്. ഇവിടെ മോർണിംഗ് ഇത് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ, മുട്ടപ്പത്തിരിയും ബീഫും. അതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. മുട്ടപ്പത്തിരിയും ബീഫും മാത്രമേ കിട്ടത്തുള്ളൂ. ചെറിയൊരു ഹോട്ടലാണ് കണ്ടോ. ഇതാണ് മുട്ടപ്പത്തിരിയും ബീഫും. ആ മുട്ടപ്പത്തിരിയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റിയാണ് മുട്ടപ്പത്തിരിയുടെ. അത് നിങ്ങളിവിടെ ഒന്ന് കഴിച്ചാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഞാൻ വേറെ ഒരിടത്തുനിന്നും ഇതുപോലത്തെ ഒരു മുട്ടപ്പത്തിരി കഴിച്ചിട്ടില്ല. ഞങ്ങൾ 3-4 പേരുണ്ട്. 4 പേരുണ്ട് ഞങ്ങൾ. 4 പേർക്കും ഞങ്ങൾ ഇത് തന്നെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ സുലൈമാനിയുണ്ട്. സുലൈമാനി വന്നിട്ടില്ല, അത് വരുന്നേ ഉള്ളൂ. ഇവിടുത്തെ ബീഫ് കറി ലൂസായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. നമ്മൾ സാധാരണ റോസ്റ്റ് പോലെ തിക്കായിട്ടല്ല വയ്ക്കുന്നത്. ബീഫ് റോസ്റ്റായിട്ട് വയ്ക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ടേസ്റ്റ് എനിക്കതാണ് കൂടുതൽ താല്പര്യം. എനിക്കിങ്ങനെ ലൂസായിട്ട് വയ്ക്കുന്നതിനോട് അധികം ഇഷ്ടമല്ല. എന്നാലും ഈ ടേസ്റ്റിയാണ്, ഗ്രേവി നല്ല ടേസ്റ്റിയാണ്. ഭാരതപ്പുഴ കടലിൽ ചേരുന്ന സ്ഥലമാണ് കേട്ടോ. ഭാരതപ്പുഴ കടലിൽ ചേരുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ ആ പുഴയിലോട്ട് പോകാൻ വേണ്ടി പോകണം കേട്ടോ. ഇവിടെ നിന്ന് പുഴയിലോട്ട് പോകാൻ വേണ്ടി. ഓക്കെ, ഇവിടെ മുഴുവനും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ മുഴുവനും കണ്ടോ ഓരോരോ ഐലൻഡ്സാണ്. ചെറിയ ചെറിയ ഐലൻഡ്സ് ഫോം ചെയ്തിരിക്കുന്നുണ്ടോ. കണ്ടോ, അവിടെ കണ്ടോ ഒരു ഐലൻഡ്സ് ഫോം ചെയ്തിരിക്കുന്നുണ്ടോ ബാക്കിൽ. അത് ഈ എക്കൽ മണ്ണ് അടിയുന്നതാണ്. അതായത് ഈ ഭാരതപ്പുഴ കടലിൽ നിന്ന് ചേരുമ്പോൾ എക്കൽ മണ്ണ് അടിയുന്നതാണത്. ബോട്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ½ ആൻ അവർ ബോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പുഴയിൽ കൊണ്ടുപോകും. പിന്നെ ഇവിടെ ഹാർബർ, ഫിഷിംഗ് ഹാർബർ അവിടെയൊക്കെ ഇട്ട് കറക്കും. എന്നിട്ട് 2-3 ഐലൻഡ്സിൻ്റെയൊക്കെ സൈഡിൽ കൂടെ പോകും. ഞാനൊരു കരിമീൻ ജ്യൂസ് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലാണ്. ഇവിടെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു. സോ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കരിമീൻ ജ്യൂസ് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക.
ഭാരതപ്പുഴയും പിന്നെ അതുപോലെ തന്നെ കടലും കൂടെ ചേരുന്ന ആ സ്ഥലത്തോട്ട് പോകണം കേട്ടോ. അത് പുഴയിലോട്ട് പോകണം. ഇതൊഴി പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ വേണ്ടി പറ്റും. കുറച്ച് ദൂരം നടക്കുമ്പോൾ അവിടെ എത്താൻ വേണ്ടി പറ്റും. എന്നാലും 1.5 കിലോമീറ്റർ വരും. വണ്ടിയിലും പോകത്തില്ല കേട്ടോ. ഓഫ് റോഡ് വണ്ടികളെ പോകത്തുള്ളൂ. എന്നെങ്കിൽ ജസ്റ്റ് പതിയെ ഇതിലൂടെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് കുറച്ച് ദൂരം നടക്കാണ് കേട്ടോ. ബോട്ടായത് ബോട്ട് ഏതാ? ഓ, വേ ബ്രിഡ്ജ്. ബോട്ടായിരിക്കും ഞാൻ വിചാരിച്ചു കേട്ടോ. ബോട്ടല്ല, ബോട്ട് നിർമ്മിക്കുന്നതാണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അത് വേ ബ്രിഡ്ജാണ്. പക്ഷെ നമ്മൾ എത്തിയിട്ടുണ്ടോ? കണ്ടോ കണ്ടോ ഹാർബറും നമ്മുടെ അവിടെ അങ്ങോട്ട് നോക്കി കണ്ടോ. അവിടെയാണ് നമ്മൾ നേരത്തെ നിന്ന ഹാർബർ. കണ്ടോ, അവിടെയാണ് നമ്മൾ നേരത്തെ നിന്ന ഹാർബർ. കണ്ടോ, അവിടെയാണ് പൊന്നാനി ഹാർബർ. നമ്മൾ നേരത്തെ അവിടുത്തെ ഒരു ബോട്ടിലാണ് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചത്. സോ നമ്മൾ നടന്ന് ഈ ഫിഷിങ് ഈ മീൻ ഭാരതപ്പുഴ ഈ മീൻ അഴിച്ചിൽ ലയിക്കുന്ന ആ സ്ഥലത്തോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇവിടുന്ന് ജങ്കാറുണ്ട് കേട്ടോ. ജങ്കാറുണ്ട് ആ ഹാർബറിൽ നിന്ന്. ജങ്കാർ ഉണ്ട്, അപ്പുറത്തോട്ട് ജങ്കാറുണ്ട്. പക്ഷേ ഞാൻ ആ ജങ്കാറിൽ കയറിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനതിൽ കയറാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ കയറാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ കയറിയില്ല. നമുക്കത് ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോയാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പുറത്ത് അടിപൊളിയായി, നല്ല സെറ്റപ്പായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ്ടോ ഇതാണ് പുഴയുണ്ടോ, പുഴയുണ്ടോ. കണ്ടോ, ഇവിടെയാണ് കണ്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ഭാരതപ്പുഴ കടലിൽ ചേരുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. വേറൊരു പുഴയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊരു പുഴയാണ്. ഭാരതപ്പുഴ കടലിൽ ചേരുന്ന ഒരു സ്ഥലമാണ് ഇത്. പൊന്നാനി ഹാർബറിന് അടുത്താണ് ഈ പുഴ. ഞാനിപ്പോൾ നമ്മുടെ ഹാർബറിൻ്റെ ഔട്ടറിലാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.